ഹലോ, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ കുടുംബസമേതം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ യാത്രയിലുടനീളം നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഞങ്ങൾ ഈ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകുന്നത് പാങ്ങോടുള്ള സ്റ്റേഷൻ ക്യാൻറ്റീനിലാണ്. എൻ്റെ പപ്പ റിട്ടയർഡായ ഒരു ആർമി ഉദ്യോഗസ്ഥനാണ്. സാധാരണ അപ്പന്മാരും അമ്മമാരും മക്കളിൽ പ്രൗഡാവും. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഞാൻ എൻ്റെ പപ്പയിൽ പ്രൗഡാവുന്നുണ്ട്. കാരണം പപ്പയ്ക്ക് അങ്ങനെ ഒരു ജോലി ചെയ്യാൻ പറ്റിയല്ലോ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ ഏതെങ്കിലുമൊക്കെ ഫോഴ്സിൽ ജോലി ചെയ്യുന്നവരോട് എനിക്ക് പ്രത്യേക ബഹുമാനമുണ്ട്. കാരണം നമുക്ക് വേണ്ടിയൊക്കെ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ കാണുന്നതാണ് കുളച്ചൽ സ്റ്റേഡിയം. എല്ലാവർക്കും അറിയാമായിരിക്കും. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തിയിട്ടുണ്ട്. ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് വണ്ടി അകത്ത് പാർക്ക് ചെയ്യാനേ പറ്റിയിട്ടില്ല. നമ്മളതുകൊണ്ട് പുറത്താണ് പാർക്ക് ചെയ്തേക്കുന്നത്. അകത്തേക്ക് പോകുമ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഉള്ളതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ ബാഗൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ബാഗൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് അകത്ത് അതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കയറി ചെല്ലുമ്പോൾ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഭയങ്കര ചൂടാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുമാതിരി കൂടയൊക്കെ കിട്ടും. അത് നമ്മളെടുത്ത് അകത്ത് കയറുക. അകത്ത് കയറി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പെറുക്കി ഇടുക. നമുക്കിവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും. അതും കുറഞ്ഞ റേറ്റിന് നമുക്ക് കിട്ടും. സാധാരണ പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാളും കുറഞ്ഞ റേറ്റായിരിക്കും. സാധനങ്ങളൊക്കെ എടുത്ത ശേഷം നമ്മൾ കൗണ്ടറിൽ വെയിറ്റ് ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ക്ഷമ നശിച്ചു എന്ന് തന്നെ പറയാം. കുറേ ടൈം എടുത്തു. കാരണം നമ്മുടെ ടോക്കൺ നമ്പർ വന്നിട്ട് 146 118 ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ അവിടെ ചെന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും നേരം ഇരുന്നിട്ട് കുഞ്ഞിൻ്റെ ക്ഷമ നശിച്ചു എന്ന് തന്നെ പറയാം. കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ കരയാൻ തുടങ്ങി. കുറച്ച് നേരത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ടോക്കൺ എത്തി. സാധനങ്ങൾ ഓരോന്നെടുത്ത് വെച്ചു. നമ്മൾ ബില്ല് പേ ചെയ്തു. ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങൾ ചായ കുടിച്ചിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്ത് ആഡ് ആക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഈ ക്യാൻറ്റീൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.